റോട്ടറി ക്ലബ്ബ് ജെറിയാട്രിക് ക്ലിനിക്ക് 31 വർഷം പിന്നിട്ടു. കരുനാഗപ്പള്ളി റോട്ടറി ക്ലബ്ബാണ് വയോജന സംരക്ഷണ രംഗത്ത് മാതൃകയായി ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നത്. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചകളിലാണ് ജെറിയാട്രിക് ക്ലിനിക്കിന്റെ പ്രവർത്തനം. വയോജന സംരക്ഷണ രംഗത്ത് മാതൃകയായി മാറുകയാണ് കരുനാഗപ്പള്ളി റോട്ടറി ക്ലബിന്റെ ജെറിയാട്രിക് ക്ലിനിക്ക്. 32 വർഷമായി എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചകളിൽ അർഹരായ വയോജനങ്ങൾക്ക് സൗജന്യമായി രോഗനിർണയവും 1 മാസത്തേക്കുള്ള മരുന്ന് വിതരണവുമാണ് ക്ലിനിക്ക് വഴി നടത്തുന്നത്. ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി RCCയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ എൽ നിർവഹിച്ചു. വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ട്രാജഡി എന്തുവാണ്? ഒറ്റപ്പെടലാണ്. ആ ഒറ്റപ്പെടലും എവിടെ പറയും? മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഇവിടെ വരുന്ന വന്നാൽ എല്ലാരെയും കാണാം. ആ ഒരു ചിന്ത എപ്പോഴും നല്ലതാണ്. അപ്പൊ ഞാൻ പണ്ട് പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് പാരിപ്പള്ളി, നെടുങ്ങോലം ഈ സ്ഥലങ്ങളിലൊക്കെയാണ് പ്രാഥമിക ചികിത്സയൊക്കെ അന്ന് കാലത്ത് ഞാൻ ഉണ്ടായിരുന്നത്. ആ കാലത്ത് അതൊക്കെ 300 പേരൊക്കെ ഒപ്പിയായിരുന്നു. നമ്മൾ ഒരു ഡോക്ടർ 2 ഡോക്ടർ ചിലപ്പോൾ കാണത്തുള്ളൂ. അപ്പൊ എന്റെ കൂടെ ഒരു ഡോക്ടർ പറയും, ഈ അമ്മൂമ്മ ഒരാവശ്യമില്ലാതെ വന്നിരിക്കുന്ന, അങ്ങനെ അവരെ കാണുമ്പോഴേ ഓടിക്കും. ഞാൻ പറയും പാവം, അവരെന്തിനാ വരുന്നത് വെച്ചാൽ എന്നിട്ട് അങ്ങനത്തെ അവരെന്തിനാ വരുന്നത്? അവര് നമ്മളെ കാണാനും ഒന്ന് സംസാരിക്കാനായിട്ടാണ് വരുന്നത്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വേണ്ടിയുള്ള ഒരു സമഗ്ര ആരോഗ്യ പരിചരണമാണ് നടത്തുന്നത്. അതിനവരെ രാവിലെ അവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യും. രാവിലെ വരുന്ന ഉടനെ അവർക്ക് വേണ്ട വ്യായാമ മുറകളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് അവരെ കൊണ്ട് വ്യായാമം ചെയ്യിക്കും. പിന്നെ പ്രഭാത ഭക്ഷണം നൽകും. അത് കഴിഞ്ഞ് അവരുടെ ബ്ലഡ് ഷുഗർ നോക്കും. പിന്നെ ചിലപ്പോഴൊക്കെ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. കൊളസ്ട്രോളും കിഡ്നിയുടെ ടെസ്റ്റും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യമുള്ളവരെ ഈ ഹാർട്ടിൻ്റെ പരിശോധനയ്ക്ക് വിടും. വലിയ ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടേണ്ടവരെ റെഫറൻസ് കൊടുത്തു. പിന്നെ എല്ലാവർക്കും 1 മാസത്തെ മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ 4-5 ഡോക്ടർമാർ ഈ ക്ലിനിക്കിൽ ഹാജരായി രോഗികളെ പരിശോധിക്കുന്നുണ്ട്. ഒരു 10-12 റൊട്ടേറിയന്മാർ അവരുടെ സേവനം നൽകുന്നുണ്ട്. പ്രൊജക്ട് ചെയർമാനും കരുനാഗപ്പള്ളി SBM ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ പരമേശ്വരൻ പിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ ശ്രീവിദ്യ, ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ സതീശൻ, AG സാം തോമസ്, രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.